യാഗമായി തീർന്ന നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തമൂറ്റിത്തം നമ്മെ വിലയ്ക്ക് വാങ്ങിയ തമ്പുരാൻ്റെ സാന്നിധ്യം ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാൽ നമുക്കവനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. കഴിഞ്ഞ നിമിഷം വരെയും അത്ഭുതകരമായി നമ്മെ നടത്തിയ പരിപാലിച്ച നാഥൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, കൃപകളെ ഓർത്തുകൊണ്ട് ഈ രാത്രികാലം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവപുത്രന്മാരെ, ഹോവയ്ക്ക് കൊടുപ്പിനും ഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിനെന്ന് പറഞ്ഞ പ്രകാരം ഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പാൻ ഈ രാത്രികാലം നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ തട്ടി അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട്. യേശുവിന്റെ നാമത്തിൽ അന്ധകാരത്തിന് പോരുകളമേ രാത്രികാലം തകർന്നു മാറട്ടെ. പരിശുദ്ധാത്മാവിൽ ആരാധന വെളിപ്പെടുന്നതിന് തടസ്സമായി വാദിക്കുന്ന എല്ലാ ദുഷ്ടമണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇരുപോലെ തകർന്നു മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ, സഭായോഗമായി കടന്നു തിരുസന്നിധാനത്തിൽ മുട്ടുമടക്കുവാൻ അവിടുന്ന് ഒരുക്കിയ സാവകാശനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഈ രാത്രികാലത്തെ കൂടി വരവ് ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, സന്തോഷമായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ അവിടെ ഇടയാക്കണമേ. പുതുകൃപയാൽ അവിടെ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തിരുമേശ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. കർത്താവേക്ക് കരങ്ങളെ നീട്ടുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും പ്രാഗൽഭ്യമുള്ളവരാക്കി തീർക്കണമേ. സൂക്ഷിപ്പാനുള്ള ബലം തരണമേ. ഈ രാത്രികാലത്തെ ആരാധന കർത്താവേ അവിടത്തേക്ക് സുഗ്രാഹ്യമാകുന്ന യാഗമായി മാറുവാൻ, സൗരഭ്യവാസനയാകുന്ന യാഗമായി തീരുവാൻ സ്വർഗത്തിലെ ഇവിടെ ഇടയാക്കണമേ. ഊനമില്ലാത്ത കാളുകളെ ഇടപെടാതെ അർപ്പിച്ചുകൊണ്ടിരിപ്പാൻ തക്കവണ്ണം കർത്താവേ ഇവിടെ ജനത്തെ ഇവിടെ ശക്തീകരിക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, പാടുവാനും ആരാധിപ്പാനും കർത്താവേ നിന്റെ ജനത്തെ അവിടുന്ന് ശക്തീകരിച്ചാട്ട് കർത്താവേ ആത്മാവിന്റെ പുതുബലം ഇന്ന് രാത്രികാലം പകർന്നു തന്നാണ്ട്. ഓ ഈ രാത്രികാല ശുശ്രൂഷകളെല്ലാം അവിടുന്ന് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഹല്ലേലൂയ. നരിയാണിയുള്ളമല്ല, മുട്ടുള്ളമല്ല, അറിയുള്ളമല്ല, നീന്തിട്ട് കടപ്പാവിയാത്ത ആത്മാപ്രവാഹത്തിൽ ഈ രാത്രികാലം നീന്തി തുടിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ജനത്തെ അവിടുത്തെ ശക്തി കൊണ്ട് കർത്താവെ ഇവിടെ നിറച്ചാട്ട്, കൃപ കൊണ്ട് മൂടിയാട്ട്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കാം. ദാവീദ് പറയുന്ന പോലെ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, പക്ഷേ നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിലാണ്. അതുകൊണ്ട് എല്ലാ മനസ്സുകളും കർത്താവിനെ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ ചിന്തകളൊക്കെ മാറ്റി ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന്റെ നാമത്തെ വാഴ്ത്തി സ്തുതിക്കാം. കർത്താവിന്റെ വാക്കുകൾ ഹല്ലേലൂയ യേശു എന്ന നാമം ഉയരുമ്പോൾ നമ്മുടെ മധ്യേ ഹല്ലേലൂയ ദൂതന്മാർ ഇറങ്ങുന്ന ഒരു ആരാധനയാക്കി സ്വർഗ്ഗത്തിനെ മാറ്റും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം, പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം അലങ്കരേശുവെ മറന്നിരിക്കൂ. തന്റെയും
തകർന്നു തോന്നിയപ്പോ ഈശാനമൂലൻ അടിച്ചുയർന്നു. പടകു തകർന്നു തോന്നിയപ്പോ ഒടിയിൽ ജയം തന്ന രക്ഷകന്റെ പലനമോർത്തു നാം സ്തുതിച്ചിടുക. ഒടിയിൽ ജയം തന്ന രക്ഷകന്റെ പലനമോർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. അവൻ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരതത്തിൽ നെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരതത്തിൽ നെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ. കകയർ ഭക്തരെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കകയർ ഭക്തരെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ആമേൻ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോ രക്ഷിച്ചനാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോ രക്ഷിച്ചനാഥനെ സ്തുതിച്ചിടുക. അവൻ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. അവൻ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലേഖനാ. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലേഖനാ. പലകരേശുവെ മറന്നിരിക്കുന്നു, തന്റെ ഒന്നായി ഘോഷിച്ചിടാം. പലകരേശുവെ മറന്നിരിക്കൂ, തന്റെ ഒന്നായി ഘോഷിച്ചിടാം. ആമേൻ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ആമേൻ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരതത്തിൽ നെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരതത്തിൽ നെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ. കകയൽ ഭക്തരെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കകയൽ ഭക്തരെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. അവൻ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഈശാനമൂലൻ അടിച്ചുയർന്നു, പടകു തകർന്നു തോന്നിയപ്പോ. ഈശാനമൂലൻ അടിച്ചുയർന്നു, പടകു തകർന്നു തോന്നിയപ്പോ ഒടിയിൽ ജയം തന്ന രക്ഷകന്റെ പലനമോർത്തു നാം സ്തുതിച്ചിടുക. ഒടിയിൽ ജയം തന്ന രക്ഷകന്റെ പലനമോർത്തു നാം സ്തുതിച്ചിടുക. അവൻ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. അവൻ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. അവൻ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരതത്തിൽ നെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ.
സ്തുതിച്ചിടുക. കകയാൽ ഭക്തരെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. 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 നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നിൽക്കാം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീരല്ല, യേശുവിൻ കരങ്ങളില. വീഴുന്നതോ തീരല്ല, യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി
നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, വിശ്വാസത്തോടെ അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്നെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എഴുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എഴുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളില. വീഴുന്നതോ തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്ന യേശുവത്രേ ഞാനവൻ കരങ്ങളില. നടത്തുന്ന യേശുവത്രേ ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ.
വിളിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, ഓ യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച
മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു. മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു. നമുക്ക് വേണ്ടി കാൽവരിയിൽ നമ്മുടെ അരുമനാഥൻ പിടഞ്ഞെടുന്ന ആ കാഴ്ച ഈ രാത്രികാലം നമ്മുടെ കണ്ണുകളൊന്ന് കാണുവാൻ രക്തം ധാരധാരയായി അവന്റെ ഉച്ചയുന്ന പാദപുരയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ച തുള്ളി തുള്ളിയായി അവരുടെ രക്തത്തുള്ളികൾ വീഴുന്ന ആ കാഴ്ച ഇന്ന് രാത്രികാലം ഒന്ന് കാണുവാൻ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരിക്കൊരമരത്തിൽ നമ്മുടെ കർത്താവ് യാഗമായി തീരുന്ന ആ കാഴ്ച ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയം കണ്ടുകൊണ്ട് ഈ രാത്രികാലം ദർശിക്കുക, നമ്മുടെ കുറവുകളെ ഏറ്റുപറയുക, നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുക, നമ്മെ അവന്റെ സന്നിധാനത്തിൽ സമർപ്പിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ആ രക്തത്താൽ ഒരു പ്രാവശ്യം കൂടെ കഴുക പ്രാപിക്കുവാൻ ഈ രാത്രികാലം നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മെ ശുദ്ധീകരിക്കുന്നവർ, നമ്മെ കഴുകുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ ഈ രാത്രികാലം നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. ആ കരങ്ങളിലേക്ക് ഈ രാത്രികാലം നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി സഹോദരന്മാരിൽ ഒരാൾ ശക്തിയോടെ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. ഉടവമനഗദലക ശംഭമനഗദരാദല ഓരിഗമനാദിഗമനാദിക ശരാദല. ഉപവാസപ്രാർത്ഥനയുടെ 3-ാം ദിവസം രാത്രി കാലം ദൈവമേ സഭായോഗമായി ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം അപ്പച്ച അവിടുന്ന് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. പച്ചമേച്ചിൽ കൂടെ ഞങ്ങൾ നടത്തിയ കർത്താവ് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, കൂടെ ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഭയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പച്ച ഈ നിമിഷം കുടുംബങ്ങളായി സഭയായി എന്റെ ദൈവമേ അവിടുന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന് നന്ദിയോടെ കർത്താവ് ഞങ്ങളെ വിടുവിച്ച അവിടുത്തെ കരുണയ്ക്കായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ആയിരുന്ന ഇടങ്ങളില് എല്ലാവരെയും ദൈവം കാത്തു പരിപാലിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രി കാലം നന്ദിയുള്ളവരായി എന്റെ ദൈവത്തിന്റെ സല്ലായിരിക്കാൻ ദൈവം ഞങ്ങളെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ബലപ്പെടുത്തുമാറാകണം കർത്താവേ. ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളെല്ലാം മാറി സന്തോഷിച്ച് രാത്രികാലം ദൈവസല്ലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നാഥാ ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിലെന്ന് സഭായോഗത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ കർത്താവേ. ആരും ഭാരത്തോടെ ദൈവത്തിൽ ഇരിപ്പാൻ അനുവദിക്കരുതേ. അവന്റെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോവാന് അവൻ ഒരു നാളും സമ്മതിക്കയില്ല എന്ന് അരുളി ചെയ്ത ദൈവമേ സകല ഭാരങ്ങളെ ചുമക്കാമെന്ന് സന്തോഷത്തോടും വിടുതലോടും കൂടെ ആയിരിക്കാൻ
സ്തോത്രം സ്തോത്രം സ്തോത്രം. കടന്നു വരാൻ കഴിയാതായിരിക്കുന്ന അവരുമായിരിക്കുന്ന സ്ഥാനങ്ങൾ ദൈവം അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ആദ്യോടന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ സകലവും പരമേറ്റ് നടത്തുമാറാകട്ടെ. രാത്രികാലത്തെ എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ആത്മാവിൽ പാടി ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രതികാൽ പൈതലിന്റെ ഡെഡിക്കേഷൻ ഉണ്ട്. അനുഗ്രഹമാക്കി തീർക്കണമേ. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസനെയും കർത്താവ് അധികാരപ്പെടുത്തി പുതിയ ബലത്തോടെ പുതിയ ശക്തിയോടെ നിൽപ്പാനെ ദൈവം സഹായിക്കണം കർത്താവേ. അടിയങ്ങളെല്ലാവരെയും സമ്പൂർണ്ണമായി ആ കരങ്ങൾ അങ്ങനെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണം കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണത അങ്ങയുടെ വലതുഭാഗത്ത് എന്നുമുള്ള സഹായിക്കണമേ. ബലഹീനരായി രോഗികളായി ക്ഷീണിതരായി ആരെങ്കിലും ഇന്ന് രാത്രികാലം നിരസനായിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ സൗഖ്യമാക്കുന്നവനായ കർത്താവ് അങ്ങയുടെ കർത്താവ് പുതിയ ബലം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗശാന്തി സൗഖ്യവും വരുത്തി സമാധാനത്തിന്റെ സത്യത്തിന്റെ സമൃദ്ധിയെ വെളിപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞ പ്രകാരം പൂർണ്ണ സൗഖ്യം പ്രാർത്ഥിക്കുന്നു. പലവിധമായ വിഷയങ്ങളുടെ മുഖത്തായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. ജോലി മണ്ഡലത്തിലൊക്കെ പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അങ്ങ് നടകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പർവ്വത സമമായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളെയും സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ പ്രാവശ്യങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സകലം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗം ചെയ്തു വാസ്തവമായ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ മറവുകളടികളെ മറച്ചതിനാൽ കൂട്ടിവരുത്തി ഞങ്ങളുടെ മക്കളെ എല്ലാവരും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വലിയ വിടുതലോടെ മടകത്തക്ക നിലയിൽ ഹല്ലേലൂയ അങ്ങയുടെ ഞങ്ങളോട് സംസാരിക്കുക അങ്ങയുടെ ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ നൽകി തരുന്നതിനാൽ സ്തുതിക്കുന്ന കർത്താവേ. സൃഷ്ടിപ്പ് അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തുന്നതിനാൽ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോ ശുശ്രൂഷയും കർത്താവേ അവൻ എല്ലാവരും വിടുതലായി ഭവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടന്നു വരാൻ കഴിയാതെ സാഹചര്യങ്ങളായിരിക്കും ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരെങ്കിലും ഇനി കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എത്രയും വേഗം അവരെ കൂട്ടിയെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിലും ആരാധിക്കുവാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ ഒക്കെ ഇടയാക്കി മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവൻ തിരുമേശയുണ്ടല്ലോ കർത്താവേ. അതിൽ കർത്താവ് പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രത്തോളം ഉപവാസ പ്രാർത്ഥന മാനിച്ചതിനാൽ അനുഗ്രഹിച്ചതിനാലും ഹല്ലേലൂയ കരുതിനാൽ സ്തുതിക്കുന്ന കർത്താവേ. സകല മാനവും മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഈ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായി 128 സങ്കീർത്തന വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവസാനത്തിലെ 2 വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. Psalms 128 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധാനത്തിൽ താണിരിക്കാം. രാത്രികാലം കർത്താവിൻ്റെ തിരുമേശ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ
ഓർമ്മിപ്പിക്കുന്ന തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആമേൻ. ഇതിലേക്ക് കരങ്ങളെ നീട്ടുവാനുള്ള നമ്മുടെ പ്രാഗൽഭ്യത്തെ ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് വെളിപ്പെടുത്തിയതിന് ശേഷം ആലി തുറന്നുള്ള ശുശ്രൂഷകളിലേക്ക് കടപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വാക്യം പറയാനുള്ള അവസരമില്ല. സഹോദരിമാരാറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് ആമീൻ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവങ്ങൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും ഉപവാസത്തോടുകൂടി ആയിരിക്കാൻ തക്ക വേണം ആമേൻ സഹോദരങ്ങളെയൊക്കെയും കർത്താവ് ബലപ്പെടുത്തിയല്ലോ. വിടുതലോട് ദൈവസന്നിധാനത്തിലേക്ക് അടുത്തു വരുവാൻ ആമേൻ കർത്താവ് സഹായിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ രാത്രികാലത്ത് നാം വായിച്ചു കേട്ടത്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഭയപ്പെടുന്നവരുടെ ഒരു തലമുറ. ഹല്ലേലൂയ. ലോകത്തെ ഭയപ്പെടുന്നവരല്ല. ആമേൻ. സ്തോത്രം. യജമാനന്മാരെ ഭയപ്പെടുന്നവരല്ല. ആമേൻ. സ്തോത്രം. മനുഷ്യരെ ഭയപ്പെടുന്നവരായിട്ടല്ല. പിന്നെയോ യഹോവയെ ഭയപ്പെടുന്നവർ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഒരാളല്ല ഭാഗ്യവാൻ, എല്ലാവരും. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. മകനെ, ഇതാകുന്നു വഴി എന്നുള്ള ശബ്ദം കേട്ട് ആമീൻ പരിശുദ്ധാത്മാവിനോട് വിഘടിക്കാതെ ആരൊക്കെ നടക്കുന്നുണ്ടോ അവരെല്ലാവരും ഭാഗ്യവാന്മാരാണ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നു. നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ അധ്വാന ഫലം ആരും അപഹരിച്ചു കൊണ്ടുപോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ പൈതലാകിയാൽ, കർത്താവിന്റെ വഴിയിൽ നടക്കുന്നവനാകിയാൽ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ആമേൻ പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിയിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി ജീവിതമേ നീ ഭാഗ്യവാനാണ്. സ്തോത്രം. ലോകത്തിൽ നിന്നെക്കാട്ടിലും ഭാഗ്യവാന്മാരായി മറ്റാരുമില്ല. സ്തോത്രം. അങ്ങനെയുള്ളവന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. മുന്തിരിവള്ളിയുടെ സ്തോത്രം. ഹല്ലേലൂയ. അനുഭവം എന്ന് പറയുന്നത് എല്ലാവരെയും രസിപ്പിക്കുന്നതാണ്. സ്തോത്രം. ഒരു കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഹല്ലേലൂയ ആവശ്യമായ രസം പകർന്നു കൊടുക്കുന്നവൾ ആണ്. സ്തോത്രം. ഹല്ലേലൂയ. ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കുന്ന ഭാര്യ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു ഭാര്യയെ കിട്ടുന്നവന് നന്മ ലഭിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന പ്രിയ സഹോദരന്മാരോട് ചോദിച്ചാൽ ഓരോരുത്തർക്കും സാക്ഷ്യം പറയുവാനുണ്ടായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് എനിക്കൊരു തുണയെ തന്നത് കൊണ്ടാണ്. സ്തോത്രം. ആമേൻ. ഞാൻ വിടുതലോട് മുന്നേറുവാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ദുഃഖത്തിലോ ആമേൻ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലോ നമ്മെ ആശ്വസിപ്പിക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭവനത്തിൽ ഒരു വിഷയം ഉണ്ടായാൽ, അത് മാതാപിതാക്കളുടെ വിഷയമായാലും, അത് സഹോദരങ്ങളുടെ വിഷയമായാലും, അത് കുഞ്ഞുങ്ങളുടെ വിഷയമായാലും, ഹല്ലേലൂയ അവിടെ എല്ലാം ഓരോരുത്തരെയും അവരവർക്ക് കൊടുക്കേണ്ട ആശ്വാസ വാക്കുകൾ കൊടുത്ത് ബലപ്പെടുത്തുന്നവളാണ്. ഹല്ലേലൂയ. ഉത്തമമായ ഒരു ഭാര്യ എന്ന് പറയുന്നത് നിന്റെ ഭാര്യ. ആമേൻ. സ്തോത്രം. നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒലിവ് തൈകളെ നാം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആമേൻ. സ്തോത്രം. അതിനകത്ത് കളയാൻ ഒന്നുമില്ല. സ്തോത്രം. വേരും തണ്ടും. സ്തോത്രം. അതിൻ്റെ തൊലിയും അതിൻ്റെ ഇലയും അതിൻ്റെ കായും എല്ലാം ഔഷധ ഗുണമുള്ളവരാ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ ഒരു വൃക്ഷമാണ്. ഒരു ആമേൻ. സ്തോത്രം. വൃക്ഷമാണ് ഒലിവ് ചെടി. ആമേൻ. ഒരു ചെടിയാണ് ഒലിവ് ചെടി. സ്തോത്രം. ഹല്ലേലൂയ. അതിന് ഒലിവിനെ വൃക്ഷമായിട്ടും ചെടിയായും ഒക്കെയും വേദപുസ്തകത്തിൽ സ്തോത്രം. ഹല്ലേലൂയ ആമേൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും നമ്മുടെ മേശയ്ക്ക് ചുറ്റും
എങ്ങനെയുള്ളവരായിരിക്കണം? ഒലിവ് തൈകൾ പോലെ ആയിരിക്കണം. ഒരാള് ആമേൻ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും, ആരെങ്കിലും ഒരാൾ മറ്റൊരിടത്തും ആയിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയുടെ നടുവിൽ കുടുംബത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒക്കെയും ഹല്ലേലൂയ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒരുമിച്ച് കടന്നു വന്നിരിക്കണം. സ്തോത്രം. ആ സമയത്ത് ഫോണൊക്കെ എടുത്ത് മാറ്റിവെക്കണം. മേശയുടെ മുമ്പിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ആമേ ഫോണും എടുത്ത് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് ഫോൺ കൊടുക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വന്നിരിക്കാൻ വേണ്ടി നാം അവരെ ഉപദേശിച്ചു കൊടുക്കണം. മാതാപിതാക്കളായാലും കുഞ്ഞുങ്ങളായാലും ആമേൻ. സ്തോത്രം. ഭവനത്തിലായിരിക്കുമ്പോൾ ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുഖത്തോട് മുഖം ഹല്ലേലൂയ ആമേൻ നോക്കിക്കൊണ്ട് കൺവേഴ്സേഷൻ ചെയ്യുമ്പോൾ അതിനുവേക്ക് ഒരു വലിയ അനുഗ്രഹം വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആമേൻ. കഴിഞ്ഞ നാളുകളിലൊക്കെയും അത് അങ്ങനെയായിരുന്നു. സ്തോത്രം. ഭക്തന്മാരായ ആമേൻ നമ്മുടെ ആദിമ പിതാക്കന്മാരുടെ ആമേൻ ഭവനങ്ങളിലൊക്കെയും അങ്ങനെയായിരുന്നു. എന്നാൽ ന്യൂജനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആർക്കും ആരോടും സംസാരിക്കാനുള്ള സമയമില്ല. സ്തോത്രം. ആരോടും മുഖാമുഖമായി ഇടപെടുവാനുള്ള സമയമില്ല. ഒരു ഭവനത്തിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്ത്, മാതാപിതാക്കൾ ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. സ്തോത്രം. ആ അവസ്ഥകളൊക്കെയും മാറണം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ വഴികൾ നടക്കുവാന്. യഹോവ ഭക്തന്മാരായി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനാണ്. സ്തോത്രം. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ പ്രിയ സ്തോത്രം വിഷ്ണുരാജനും പ്രിയ അഞ്ജനയ്ക്കും ദൈവം ദാനമായി കൊടുത്തിരിക്കുന്ന തങ്ങളുടെ രണ്ടാമത്തെ പൈതന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കുവാനായിട്ട് അവർ കടന്നു വന്നിരിക്കുന്നല്ലോ. സ്തോത്രം. ദൈവം അവർക്ക് കൊടുത്ത ഈ കുഞ്ഞിനെ സ്തോത്രം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ അവരിവിടെ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ മാതാപിതാക്കളായ അവർക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ സ്തോത്രം ദൈവഭക്തിയിലും പഥ്യോപദേശത്തിലും വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ചുമതല ആർക്കാണ് ഉള്ളത്? സ്തോത്രം. അവരുടെ മാതാപിതാക്കൾക്കാണുള്ളത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ആമേൻ. നിന്റെ ജീവിതത്തിൽ നിന്റെ ശൈശവപ്രായം മുതൽ നിന്റെ കർത്താവ് നിന്നെ നടത്തിയ വിധങ്ങളെ കുറിച്ച് നിന്റെ കുഞ്ഞുങ്ങളോട് ആമേൻ സംസാരിക്കണം. നിന്റെ ഉയർന്ന നിലവാരത്തിൽ നീ എത്തിയതിന് ശേഷമുള്ള കഥകളെക്കാട്ടിലുപരിയായിട്ട് സ്തോത്രം നീ ആമേൻ ഒരു സ്തോത്രം പ്രശ്നത്തിൻ്റെ നടുവിലായിരുന്നപ്പോൾ, നിന്റെ ദാരിദ്ര്യാവസ്ഥയിൽ, നിന്റെ ദുഃഖവേളയിൽ നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ നിന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് ഘട്ടം ഘട്ടമായി നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് നിന്റെ തലമുറയോട് നീ സംസാരിക്കണം. സ്തോത്രം. രാത്രികാലം കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം സ്തോത്രം അവരെ എടുത്തു വെച്ച് അതിൽ കൂടെ സ്തോത്രം ഹല്ലേലൂയ അതിൻ്റെ മർമ്മങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നവരായി മാതാപിതാക്കൾ മാറ്റപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ഏതർത്ഥത്തിലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഒരു റോൾ മോഡലായി മാറണം. സ്തോത്രം. അനുകരിപ്പാൻ കൊള്ളാകുന്നവരായി ആമേ സ്തോത്രം മാതാപിതാക്കൾ ഒക്കെയും മാറ്റപ്പെടണം. ആമേ. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ ആമേ സ്തോത്രം നിങ്ങളും എന്നെ അനുകരിപ്പീൻ. സ്തോത്രം. എത്ര മാതാപിതാക്കൾക്ക് ആമേൻ പൗലോസ് അപ്പോസ്തലനെ പോലെ ധൈര്യത്തോട് പറയുവാൻ കഴിയും, ആമേൻ സ്തോത്രം എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം. ആമേ എന്നെ അനുകരിക്കണം. സ്തോത്രം.
ആമേ കുഞ്ഞുങ്ങൾ, ആമേ മാതാപിതാക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പറഞ്ഞു കൊടുക്കുന്നതും അവർ കാണുന്നതും ആയ കാര്യങ്ങളാണ് കോപ്പി ചെയ്യുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടിൽ ആരാധനയുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞ് സ്തോത്രം ആമേ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ആമേ നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം ഭയത്തോടെ ഇരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേ നാം എപ്രകാരം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഭയമുള്ളവരായിരിക്കുന്നുവോ അപ്രകാരമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ഭയത്തോടെ ആയിരിക്കുന്നത്. സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവർ വളർന്നു വരുമ്പോൾ ഹല്ലേലൂയ അവരുടെ മാതാപിതാക്കൾ പിന്തുടർന്ന കാര്യങ്ങൾ മറക്കാതെ അവർ ഓർക്കുവാനും അവർ ആമീൻ അതനുസരിച്ച് ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാനും ദൈവം അവർക്ക് കൃപ കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതങ്ങളെ, മാതാപിതാക്കന്മാരെ, നിങ്ങൾ എങ്ങനെ നിങ്ങളെ അലങ്കരിക്കുന്നുവോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളും അവരെ അലങ്കരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ഒരു അലങ്കാരവും നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകുവാനിടയാകരുത്. ഞാൻ പേരായിട്ട് എടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആർക്കും ആരെയും ഹട്ട് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. ഏത് നല്ലത് ഏത് തീയത് എന്ന് കർത്താവ് തൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വസ്ത്രധാരണം യോഗ്യതയുള്ളതായിരിക്കണം. നമ്മുടെ അലങ്കാരങ്ങൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം യോഗ്യതയുള്ളവരായിരിക്കണം. ഏതർത്ഥത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം മാതൃകയുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിക്കണം. പഥ്യോപദേശത്തിലും ബാലശിക്ഷയിലും അവരെ വളർത്തിക്കൊണ്ടുവരണം. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം പഠിപ്പിക്കുന്നതാണ് കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ അവർ സ്തോത്രം ഹല്ലേലൂയ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ പഥ്യോപദേശത്തിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ശിക്ഷ ആമീൻ സ്തോത്രം ബാലശിക്ഷ കൊടുത്ത് നമുക്ക് വളർത്തിക്കൊണ്ടുവരുക. ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. ദൈവത്തെക്കാളുപരിയായി ആമീൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സ്നേഹിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ കാരണം നമ്മുടെ ആരാധന മുടങ്ങിപ്പോകരുത്. സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് അസുഖമാണെന്നും പറഞ്ഞിട്ട് ആരാധന മുടക്കി ഭവനത്തിരിപ്പാൻ പാടില്ല. സ്തോത്രം. നിനക്ക് കുഞ്ഞിനെ ദാനമായി തന്ന ദൈവത്തിന് നിൻ്റെ കുഞ്ഞിൻ്റെ അസുഖത്തെയും മാറ്റാൻ കഴിയും. പനിയാണെങ്കിൽ എടുത്തുകൊണ്ട് സഭയെ വരണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസൻ അവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ പനി വിട്ടുമാറും. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. മാതാപിതാക്കന്മാർ കൂട്ടായ്മ ആചരിക്കുന്ന കാര്യത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായി തീരണം. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും നീ മറക്കരുത്. നീ ഒരു ആരാധന മുടക്കി ഭവനത്തിലിരുന്നാൽ നിന്റെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആരാധനയ്ക്ക് കടന്നു പോകാതെ അവനും മടിച്ച് അവിടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയാകുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വിശ്വസ്തരായിരിക്കണം. സ്തോത്രം. മാതാപിതാക്കളെ പോലെ കുഞ്ഞുങ്ങളെ പഥ്യോപദേശത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് മറ്റു പ്രധാന പങ്ക് വഹിക്കുന്നത് അവരുടെ സൺഡേ സ്കൂൾ അധ്യാപകന്മാരാണ്. സൺഡേ സ്കൂൾ അധ്യാപകന്മാരും കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡലായി തീരണം. സ്തോത്രം. ആമേൻ. സൺഡേ സ്കൂൾ അധ്യാപകനെ നോക്കിയാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എങ്ങനെ നടക്കുന്നു, എങ്ങനെ ആക്ട് ചെയ്യുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുന്നു ഒക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം.
സ്തോത്രം. നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന്. ആമേൻ സ്തോത്രം. നമ്മെക്കാട്ടിലും ബുദ്ധിയുള്ളവരാ അവർ. സ്തോത്രം. അവർ നമ്മെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം മാതൃകയുള്ളവരായിരിക്കണം. 1 തീമോഥെയോസിൻ്റെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 1 തീമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. യൗവനക്കാരാ നാമേ സ്തോത്രം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ സംസാരം കേൾക്കുമ്പോൾ അത് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതും ആയിരിക്കുമ്പോൾ അനേകർക്ക് ആശ്വാസമായി തീരുവാനൊക്കെ വേണ്ടിയാകും. അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് അത് കാരണമായി തീരുവാനൊക്കെ വേണ്ടിയാകും. നിന്റെ മറ്റുള്ളവരോടുള്ള സ്നേഹവും സഹവർത്തിത്വവും കാണുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നിന്റെ കുട്ടികൾ ഹല്ലേലൂയ നീ പഠിപ്പിക്കുന്ന കുട്ടികളും അത് കണ്ടു തന്നെയാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും കുഞ്ഞുങ്ങളുടെ സ്തോത്രം ആത്മീയ വളർച്ചയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ആമീൻ പ്രധാനമായ ചുമതലയാണ് ഉള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ആമേൻ. ആമേൻ. വിരോധി നിന്നെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ വണ്ണം ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി തീർക്കണം. സ്തോത്രം. അധ്യാപകരൊക്കെയും സ്തോത്രം സൽപ്രവർത്തികൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. ആമേൻ. ശത്രുവായ പിശാച് നിന്നെ ചൂട്ടിക്കൊണ്ട് ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുവാനുള്ള സാഹചര്യം നീ ഉണ്ടാക്കി കൊടുക്കരുത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. 1 ശമൂവേൽ 1:27-28 വാക്യം വായിക്കുമ്പോൾ ഈ ബാലനായി ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചതുപോലെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആമേൻ സ്തോത്രം പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം കൊടുത്ത പൈതലിനെ ദൈവസന്നിധാനത്തിലേക്ക് പ്രിയ സഹോദരങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ശിശുപ്രതിഷ്ഠയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം പലപ്പോഴും ആമേൻ പലരും കരുതുന്നത് അതൊരു ആചാരമായി മാറുമെന്നുള്ളതാണ്. സ്തോത്രം. എന്നാൽ ഒരാചാരത്തെക്കാൾ ഉപരിയായിട്ട് ഹല്ലേലൂയ തങ്ങൾക്ക് ദൈവം നൽകി തന്ന ദാനത്തെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് ദൈവത്തിന് നന്ദി കരറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ശിശുപ്രതിഷ്ഠ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ആമേൻ സഹോദരൻ വിഷ്ണു രാജനും സഹോദരി ആമേൻ അഞ്ജനയ്ക്കും ദൈവം ദാനമായി കൊടുത്തിരിക്കുന്ന പൈതൽ ഹാനോക്ക് ആമേൻ സ്തോത്രമാധവനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി കാലം രണ്ടുപേരും മുന്നോട്ട് വന്ന് ഇവിടെ നിന്നാട്ട്. സ്തോത്രം. ഇന്ന് രാത്രി കാലം പൈതൽ ഹാനോക്കിനെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കുവാൻ വേണ്ടി ഈ മാതാപിതാക്കൾ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഇവരുടെ ഉത്തരവാദിത്വം ഇവർ നിറവേറ്റുമെന്നുള്ള ഒരു തീരുമാനമെടുക്കേണ്ടതിനായി ഇവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ. പ്രിയ സഹോദരൻ വിഷ്ണുരാജ് ആമേൻ. ഹല്ലേലൂയ. പ്രിയ അഞ്ജന സിസ്റ്റർ നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ പൈതൽ സ്തോത്രം ഹല്ലേലൂയ ഹാനോക്ക് ആദാമിനെ ദൈവസന്നിധിയിൽ ആമേൻ ദൈവവചന പ്രകാരം ആമേൻ ഭക്ത്യോപദേശത്തിലും ബാലശിക്ഷയിലും വളർത്തിക്കൊണ്ടുവരുക നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവോ?
സമർപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. കുഞ്ഞിനെ ആമേ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമനരികമനകദല ബൗഡമന തിലകശാന്തര ബൗഡമനാദരവ. ആമേ. നമുക്ക് എല്ലാവർക്കും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, ഈ പൈതൽ ഹാനോക്കിനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അതിനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി എന്ന് പറയത്തക്കവണ്ണം കർത്താവേ, അവൻ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു കുഞ്ഞായി വളർന്നു വരുവാൻ സ്വർഗത്തിൽ ദൈവമേ അവിടുത്തെ കൃപ അവനെ പകരണമേ. ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്മേലുണ്ടായിരുന്നു പറഞ്ഞ പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായി, അഭിഷക്തനായി, സ്വർഗീയ ജ്ഞാനം ബുദ്ധിയും ആരോഗ്യമുള്ള കുഞ്ഞായി അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പൈതലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മാതാപിതാക്കളുടെ കരങ്ങളിലേക്ക് തിരികെ നൽകുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായം വളർന്നു വരട്ടെ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, ആമേ. സ്തോത്രം. ഈ പ്രിയ കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ തലമുറയിൽ കർത്താവേ, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു തലമുറയായി അന്ധകാരത്തിലിരിക്കുന്ന അനേകരെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുന്ന ഒരു കുടുംബമായി മാറുവാൻ തക്കവണ്ണം ഈ കുടുംബത്തെ കർത്താവ് സഹായിക്കണമേ. ആമേ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമായി മാറുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവമേ ഈ പ്രിയ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെയും ഒരുപോലെ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ. ദൈവനാമം ദുഷിക്കപ്പെടുന്ന വിധത്തിൽ ഒരു വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വേണം അവരെ കുറിച്ച് പറയുന്നവർ കർത്താവിന്റെ നാമത്തെ ഉയർത്തത്തക്കവണ്ണം ഇവർ അനുഗ്രഹമായി മാറട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകും. आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा कोई भी वादा न होगा अधूरा, हर एक वादा उसका होता है पूरा। उसका कोई भी वादा न होगा अधूरा, हर एक वादा उसका होता है पूरा। उसका कोई भी वादा, उसके आने का वादा भी होगा पूरा, देखेगा सारा जहां। उसके आने का वादा भी होगा पूरा, देखेगा सारा जहां। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा जहां, देखेगा सारा जहां। नीले आसमान के पार जाएंगे, मेरा यीशु रहता वहाँ। नीले आसमान के पार जाएंगे, मेरा यीशु रहता वहाँ। ये विश्वास है मेरा जो होगा पूरा, सपना है मेरा रहेगा अधूरा। ये विश्वास है मेरा, ये विश्वास
यीशु आगे पार जाएंगे, यीशु रहता वहाँ। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा जहां, देखेगा सारा जहां। അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ചു കേൾപ്പാൻ ആമേൻ. സ്തോത്രം. പൈതൽ ഹാനൂക്കിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുപ്പാൻ ഈ രാത്രികാലം കർത്താവ് സഹായിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവകാശമായിട്ട് ഈ മാതാപിതാക്കൾക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന ഉദരഫലത്തിനായി നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കുടുംബമായ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന കുടുംബമായി മാറുവാൻ തക്കവണ്ണം. ആമേൻ. ഹല്ലേലൂയ. യഹോവ ഭക്തനായ പുരുഷനിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനമുണ്ടാകട്ടെ. ആമേൻ. ഈ സങ്കീർത്തനത്തിൽ വായിച്ചു കേട്ട ഓരോ വാഗ്ദത്തങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് നിവൃത്തിയാക്കുന്നതിനായി കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സാക്ഷിവാദങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള വിഷയങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായി ദൈവത്തെ സ്തുതിക്കാം. അമർത്തി കുലുക്കി വരും ഒരളവിൽ കർത്താവ് മടി കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി കർത്താവിന് വേണ്ടി അധികമായി ചെലവിടുവാൻ ചെലവാകുവാൻ തക്കവണ്ണം പിന്നെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ആമേൻ ഓർമ്മപ്പെടുത്തുന്ന തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ലിജബർ പ്രാർത്ഥിച്ചാട്ട്. രാത്രികാലത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ ആമേൻ ഒരു ആരാധനയായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കിടയാക്കി കൃപയ്ക്കായി സ്തുതിക്കുന്നു. അപ്പാ ഈ രാത്രികാലം ഞങ്ങൾക്ക് തന്ന നല്ല ആരാധനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ പാടി സ്തുതിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാക്കിയതിനാൽ സ്തോത്രം. വിലയേറിയ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ സങ്കീർത്തനം കർത്താവേ ദേവദാസനിലൂടെ ഞങ്ങളോട് അറിയിച്ചല്ലോ. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ ഇന്നത്തെ ഡെഡിക്കേഷൻ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ആ കുടുംബത്തെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ രണ്ട് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ സഭയ്ക്കും ആമേൻ ഹല്ലേലൂയ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും മറ്റുള്ളവർക്കും ഭവനക്കാർക്കും ഹല്ലേലൂയ നാട്ടുകാർക്കും ഹല്ലേലൂയ ബന്ധുമിത്രാദികൾക്കും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി ആ കുഞ്ഞു മാറുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവിനെ പ്രസിദ്ധമാക്കുന്ന കുഞ്ഞുങ്ങളായി ആ കുഞ്ഞുങ്ങൾ മാറുവാൻ ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ആ ഒരു തലത്തിലേക്ക് മാറ്റപ്പെടുവാൻ ആ വചനം പറയുന്നത് പോലെ മേശയ്ക്ക് ചുറ്റും ഹല്ലേലൂയ ഒലിവ് തൈകൾ പോലെയായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഹല്ലേലൂയ തിരുമേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ, അതിൽ നിന്ന് ഭക്ഷിച്ച് ബലപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ. ശുശ്രൂഷിക്കുവാൻ ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ പാട്ട് പാടുവാൻ നിന്റെ ദാസന്മാരെ കർത്താവ് സഹായിച്ചതിനാൽ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ സ്തോത്ര കാഴ്ചയെ കർത്താവ് അനുഗ്രഹിക്കണമേ. നീട്ടിയ എല്ലാ കരങ്ങളെയും കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കണം. ധാരാളം പ്രതിഫലം കർത്താവ് കൊടുക്കണമേ. അങ്ങയുടെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ആമേൻ ഇത് ഉപയോഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ, നിന്ദിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ, മറുത്തതില്ലതെല്ലും റോമാഗവർണ മുമ്പിലും നീ, മറുത്തതില്ലതെല്ലും റോമാഗവർണ മുമ്പിലും നീ. പ്രതാപമാന ശ്രീയേശുനായകനെ, തുംഗപ്രതാപമാന ശ്രീയേശുനായകനെ,
ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ വണങ്ങിടുന്നടിയാ അവ പാദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാ അവ പാദങ്ങളാശ്രയമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ. നമ്മുടെ കർത്താവിന് പ്രതിവാദം പറയുവാനുള്ള ന്യായമുണ്ടായിട്ടും സ്തോത്രം, ഹല്ലേലൂയ. ആമേ. ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ വണ്ണം കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നമ്മുടെ കർത്താവ് ഊമനായി തീർന്നു. ഹന്നാസിന്റെ മുമ്പിലും കയ്യാഭാവിന്റെ മുമ്പിലും പിലാത്തോസിന്റെ മുമ്പിലും സ്തോത്രം, ഹല്ലേലൂയ. പ്രതിവാദം പറയുവാൻ നമ്മുടെ കർത്താവിന് വളരെ ഉണ്ടായിരുന്നു എങ്കിലും ഒരക്ഷരം പോലും മിണ്ടാകാതെ സ്തോത്രം താൻ ഊമനായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ യേശു നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക കാണിച്ച് തന്നിച്ചു പോയിരിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളെ, പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ന്യായം ലഭിക്കാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ഒരിക്കലും വ്യാകുലപ്പെടരുത്, നാം ഒരിക്കലും ദുഃഖിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കാര്യം നാം ഓർത്താൽ മതി, നമ്മുടെ പ്രാണപ്രിയനും ഈ ലോകത്തിൽ യാതൊരു ന്യായവും ലഭിച്ചില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ന്യായം എല്ലാം നമുക്ക് നിവർത്തിച്ചു തരുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആമേൻ നാം ആയിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ന്യായം നിവർത്തിച്ചു തരും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനോടുകൂടെ ആകാശമേഘത്തിൽ കൂടെ ആമേൻ ഒലിവുമലയിലേക്ക് ഇറങ്ങി വന്ന സ്തോത്രം, ഈ ലോകത്തെ ജാതികളെ ന്യായം വിധിക്കുന്ന സമയത്ത് ആമേൻ കർത്താവ് നമ്മോട് ദുഷ്ടജാതികൾ ചെയ്തതിന് പകരം അവരോട് ചെയ്യും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നാം നിരാശപ്പെട്ടു പോകരുത്. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുന്നു എങ്കിൽ നാം ഭാഗ്യവാന്മാർ. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്ത്യാനിയായിട്ട് നാം കഷ്ടം സഹിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, യേശുവിനെ തള്ളിപ്പറയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, അവിടെ നെഞ്ചു വിരിച്ചുകൊണ്ട് നിൽപ്പാൻ തക്കവണ്ണം അപ്പോസ്തലന്മാർ, ഹല്ലേലൂയ, തങ്ങളെ തന്നെ ആമേൻ ദൈവത്തിന്റെ കർത്താവായ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നമ്മെയും ഏൽപ്പിച്ചു കൊടുപ്പാൻ നാം കടപ്പെട്ടവരാ. സ്തോത്രം. ദൈവമക്കളെ, ഇത് ക്രിസ്തീയ ജീവിതമല്ല. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് അവസരം തരുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, നാം ഇപ്പോൾ വളരെ സുഖകരമായ അവസ്ഥയിൽ സമാധാനം ഉള്ളവരായി സ്വസ്ഥതയുള്ളവരായി ആമേ ആരാധിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്നുവരെ ഇത് കാണുമെന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. സ്തോത്രം. അപ്പം എന്ന കോലിനെ ഓടിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം. ആ സമയത്ത് നാം ഈ ലോകത്തിൽ ഉണ്ടാകരുത്. സ്തോത്രം. നൊടിയിടയ്ക്കുള്ളിൽ നാം രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം, സ്തോത്രം, എത്ര പ്രശ്നങ്ങൾ നിറഞ്ഞതായാലും പ്രതികൂലങ്ങൾ നിറഞ്ഞതായാലും നമ്മുടെ കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കർത്താവ് അധിവസിക്കുന്ന സിയോനായി നാം ഓരോരുത്തരും മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ വാണരുളുന്ന യേശു തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ വസിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിച്ചു കളയും. ഈ ശരീരം, ഈ ദേഹം, ദേഹി ആത്മാവിൽ കർത്താവിന് ഹിതമില്ലാത്ത ഒരു കാര്യം കടന്നു വരുവാൻ നാം അനുവദിച്ചു കൊടുക്കരുത്. സ്തോത്രം. നമ്മുടെ ശരീരത്തിന് കേടുവരുത്തുന്നതായാലും നമ്മുടെ മനസ്സിന് കേടുവരുത്തുന്നതായാലും നമ്മുടെ ചിന്തകൾക്ക് കേടുവരുത്തുന്നതായാലും അങ്ങനെയുള്ള ഒരു കാര്യവും നാം അനുവദിച്ചു കൊടുക്കരുത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിച്ച്
ജയമേറ്റെടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ദൈവജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ആമേൻ. പാപികളും ദോഷികളുമായിരുന്ന നമ്മെ തേടി കർത്താവ് വന്നതിൻ്റെ ഓർമ്മയ്ക്കായി, നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറിയതിൻ്റെ ഓർമ്മയ്ക്കായി, നമ്മൾക്ക് വേണ്ടി പീഡകൾ ഏറ്റുവാങ്ങിയതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രികാലം നാം കൂടി വന്നിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഈ മേശമേൽ ക്രമീകരിച്ചിരിക്കുന്ന അപ്പവീഞ്ഞുകളിലേക്ക് നാം കരങ്ങളെ നീട്ടുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം. സ്തോത്രം. ആമേൻ. 2026 പരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് കാൽവരി കൊരമരത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. സ്തോത്രം. കാളകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും രക്തം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ആമേൻ ഉതകുകയില്ല എന്ന് സ്തോത്രം കണ്ട കർത്താവ് ഓരോ പാപം ചെയ്യുമ്പോഴും ഓരോ കാളക്കുട്ടിയോ ഓരോ ആട്ടിൻകുട്ടിയോ ഓരോ പ്രാവിൻ കുഞ്ഞിനെയോ ആമേൻ കൊണ്ട് യാഗം കഴിക്കണമായിരുന്നു. മനുഷ്യന്റെ പാപത്തിന്റെ ബഹുത്വ നിമിത്തം തെരുവീതികളൊക്കെ രക്തം കൊണ്ട് നിറയുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഈ പദ്ധതി ശരിയാകത്തില്ല. സ്തോത്രം. മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി പാപമില്ലാത്ത ഒരു രക്തം ബലിയായി തീരേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് കർത്താവ് തൻ്റെ സ്വപുത്രനെ ഹല്ലേലൂയ ഈ ലോകത്തിലേക്ക് അയച്ചു. സ്തോത്രം. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഹല്ലേലൂയ. സ്വർഗീയ മഹിമകളെല്ലാം വെടിഞ്ഞ് താണൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ആമേൻ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തത്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ മണിമകുടമായിരുന്നു നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. കോടാനുകോടി ദൂതന്മാരാൽ സ്തുതിക്കപ്പെടുന്നവനായിരുന്നു നമ്മുടെ യേശു തമ്പുരാൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പിതാവും പുത്രനും ഒന്ന് എന്ന ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ സകലത്തിൻ്റെയും സൃഷ്ടിതാവായിരുന്നു യേശു തമ്പുരാൻ. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ലോകത്തിലേക്ക് പുത്രന്റെ രൂപത്തിൽ കടന്നു വന്നതും പിതാവാം ദൈവമാണ്. സ്തോത്രം. മഹാപുരോഹിതന്റെ മുമ്പിൽ വെച്ച് യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം തന്നെയാണ് ഈ ലോകത്തിലേക്ക് നമ്മുടെ വിടുതലിനു വേണ്ടി ബലിയായി തീർന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇതിലേക്ക് നാം കരങ്ങളെ നീട്ടുവാൻ പോവുകയാണല്ലോ. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യും. അനേക വേദഭാഗങ്ങൾ എടുത്ത് വായിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സമയം ഓൾറെഡി കഴിഞ്ഞു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞാനതുകൊണ്ട് ചുരുക്കത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ കാണിച്ച മാതൃക തന്നെ നാം പിന്തുടരണം. സ്തോത്രം. തിരുവത്താഴം കർത്താവ് എങ്ങനെ സ്ഥാപിച്ചുവോ അതുപോലെ തന്നെ സ്തോത്രം ദൈവത്തിൻ്റെ മക്കൾ പിന്തുടരണം. അവൻ്റെ കാച്ചുവട് പിന്തുടരുവാൻ അവനൊരു മാതൃക കാണിച്ചു തന്നേച്ച് പോയിക്കുക. അത് തന്നെ നാം പിന്തുടരണം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26ഉം 27ഉം വാക്യങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷം 22 മുതൽ 22-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിലും ആമേൻ സ്തോത്രം പെസഹായുടെ നാളിൽ കർത്താവ് പെസഹ ഭുജിച്ചതിന് ശേഷം ശിഷ്യന്മാരുമായി ഭക്ഷണം കഴിപ്പാൻ ഇരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പം എടുത്തിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. പിന്നെ പാനപാത്രം എടുത്ത് ആമേൻ സ്തോത്രം വാഴ്ത്തി അവർക്ക് കൊടുത്തു. സ്തോത്രം. ഇത് എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. ആമേൻ സ്തോത്രം. ഇനിയും എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതിൽ ഞാൻ പങ്കുകൊള്ളുന്നവരെ
ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ ആമേൻ ഞാൻ പങ്കുചേരില്ല. സ്തോത്രം. അതെന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുവിനോട് കൂടെ ഇനി ഒരു തിരുവത്താഴം നമുക്ക് ലഭിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പെസഹ പെരുന്നാളിന്റെ നാളിൽ തൻ്റെ ക്രൂശ് മരണത്തിന് തൊട്ടു മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് നുറുക്കിക്കൊടുത്തതുപോലെ ആമേൻ പിതാവിൻ്റെ സന്നിധാനത്തിൽ സ്വർഗത്തിൽ നാം പന്തിഭോജനത്തിലിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആമേൻ നമുക്ക് പിന്നെയും ഈ അപ്പം നുറുക്കി തരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെയും മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് പാനം ചെയ്യുവാൻ കർത്താവ് അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകിത്തരും. സ്തോത്രം. ഹല്ലേലൂയ. ഇത് കർത്താവ് കാണിച്ചു തന്ന മാതൃകയാണ്. സ്തോത്രം. ഈ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന ഞാനും ഈ ശുശ്രൂഷ ഏറ്റുകൊള്ളുന്ന നിങ്ങളും ഒരുപോലെ വിശുദ്ധരായിരിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി വിശുദ്ധിയെ തികച്ചുകൊള്ളണം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായി ജീവിക്കണം. സ്തോത്രം. ഈ വിശുദ്ധന്മാർക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഭോജനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്തൃമേശി എന്നും തിരുവത്താഴമെന്നും ആമേൻ സ്തോത്രം അപ്പം നുറുക്കലുമെന്നും ഒക്കെയുള്ള വിവിധ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് പങ്കുകൊള്ളുവാനുള്ള യോഗ്യത സ്തോത്രം മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവരായി ഇരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഏകീഭവിക്കുന്ന സ്നാനത്തിൽ പങ്കാളികളായി തീർന്നവർ വേണം ഇതിൽ പങ്കുകൊള്ളുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആർക്കും എങ്ങനെയും കടന്നു വന്ന് ഭുജിക്കുവാനുള്ള അപ്പമല്ല. സ്തോത്രം. ഈ അപ്പത്തിൻ്റെ പ്രത്യേകത ഇത് നിർമ്മലന്മാർ ഭുജിക്കുന്ന പരലോക അപ്പമാ. സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വിശുദ്ധിയോടെ വേണം ഇതിൽ പങ്കുകൊള്ളുവാൻ. ജീവിതത്തിൽ എന്തെങ്കിലും അശുദ്ധിയുള്ളവർ ഉണ്ടെങ്കിൽ ദയവായി ഇതിൽ നിന്ന് മാറിയിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിൽ നിന്ന് മാറിയിരിക്കുവാൻ പ്രമാണമില്ല. സ്തോത്രം. കാരണം ഇത് ഭക്ഷിക്കുന്നത് ആമേൻ സ്തോത്രം എന്നേക്കും ജീവിച്ചിരിപ്പാനാ. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 51-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. ആമേൻ. ജീവനുള്ള അപ്പം ഞാനാകുന്നു. അതിന് 50-ാം വാക്യം കൂടെ വായിച്ചേ. ഇതോ തിന്നുന്നവർ മരിക്കാതിരിക്കേണ്ടതിന്. ഈ അപ്പം തിന്നുന്നവൻ മരിക്കയില്ല. കാരണം സ്തോത്രം. ഹല്ലേലൂയ. ഇതോ തിന്നുന്നവർ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 51-ാം വാക്യം കൂടെ വായിച്ചാട്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. സ്തോത്രം. ഈ അപ്പം തിന്നാതിരുന്നാൽ എന്നേക്കും ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവിക്കത്തില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് കഴിവതും മാറിയിരിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. സ്തോത്രം. ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ക്രമീകരണം വരുത്തി ദൈവത്തോട് കരുണയ്ക്കായി അപേക്ഷിച്ച് കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വേണം ഇതിൽ വന്ന് പങ്കുകൊള്ളുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇത് തിന്നുന്നവൻ നിത്യജീവൻ പ്രാപിക്കും. അവ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. 6:54 ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം. ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ കഴിവതും ഇതിൽ നിന്ന് മാറി ഇരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, കർത്താവിനെ അവർ ഹല്ലേലൂയ കൈകാര്യം ചെയ്ത വിധങ്ങൾ അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. 1-2 ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-52 വാക്യം ഒന്ന് വായിച്ചാട്ട്, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ വാളും വടിയുമായി പുരോഹിതന്മാരും മൂപ്പന്മാരും ദൈവാലയത്തിലെ പടനായകന്മാരും യേശുവിൻ്റെ നേരെ ചെന്നു. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൽ നിന്ന്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വിശപ്പ് മാറ്റിയവർ, ദാഹം മാറ്റിയവർ, യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവർ, ആമേൻ, ഹല്ലേലൂയ, അവരെല്ലാവരും കൂടി, ആമേൻ, എന്തിനധികം, ആമേൻ, തന്നോടുകൂടെ സദാ സമയവും നടന്ന തൻ്റെ ശിഷ്യൻ പോലും, സ്തോത്രം, യേശുവിനെ ഒറ്റിക്കൊടുപ്പാൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, പാപരോധന്മാരിൽ നിന്നും ന്യായശാസ്ത്രിമാരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ച്, സ്തോത്രം, യേശുവിനെ ഒറ്റിക്കൊടുപ്പാൻ വന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ആമേൻ. ലൂക്കോസിന് സുവിശേഷം 22-63 മുതൽ 65 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ചു, കണ്ണുകെട്ടി, തല്ലി, അവനെ ദുഷിച്ചു പറഞ്ഞു. സ്തോത്രം. തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് പോലും തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഹെരോദാവ് തൻ്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി. പിലാത്തോസ് മരണയോഗ്യമായി ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് കൈ കഴുകിയിട്ടും യഹൂദന്മാർ അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് ആർത്തു വിളിച്ചു. പ്രധാനികളും പടയാളികളും അവനെ പരിഹസിച്ചു. ചിലർ അവനെ തുപ്പി അവന് പുളിച്ച വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അവൻ്റെ മുഖം, ആമേൻ, സ്തോത്രം, മൂടി മുഷ്ടി ചുരുട്ടി അവനെ കുത്തി. കയ്യാഫാവിൻ്റെ അരമന മുതൽ ഗോൽഗോഥ വരെയും അവർ അവനെ അടിച്ചു. അവൻ്റെ പുറം ഉഴവ് ചാലുപോലെ കീറി, അവൻ്റെ വിലാപ്പുറത്ത് അവർ കുത്തി. സ്തോത്രം, ഹല്ലേലൂയ. അവർ അവനെ വിഷമുള്ളുകൾ കൊണ്ടുള്ള മുൾക്കിരീടം ചൂടിച്ചു. എന്തിന്? കർത്താവ് ഇതെല്ലാം സഹിച്ചു. ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം, തൻ്റെ വായിലെ ശ്വാസത്താൽ തനിക്കെതിരെ വന്ന, തന്നെ ഉപദ്രവിച്ച സകലരെയും നശിപ്പിച്ചു കളയുവാൻ കർത്താവിന് അധികാരമുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ അധികാരമൊന്നും താൻ യൂസ് ചെയ്യാതിരുന്നത്, ആമേൻ, ആദാമ്യ പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ഒരുവൻ യാഗമായി തീരേണ്ടതെന്നുള്ള ആ വ്യവസ്ഥിതിയെ നിവൃത്തിയാക്കുവാൻ ആയിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഗതസമനത്തോട്ടത്തിൽ എൻ്റെ യേശു കഴിയുമെങ്കിൽ, ആമേൻ, സ്തോത്രം, ഈ പാനപാത്രമെങ്കിൽ എടുത്തു കളയണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു. എങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, പിതാവ് പോലും, ഹല്ലേലൂയ, തന്നെ കൈവിട്ട് കളഞ്ഞു. അവനെ, സ്തോത്രം, ബലപ്പെടുത്തുവാൻ, ആമേൻ, സ്തോത്രം, ദൂതന്മാരെ അയച്ചു. ഹല്ലേലൂയ. തൻ്റെ രക്തം, ഹല്ലേലൂയ, വരാൻ പോകുന്ന ആ കഷ്ടങ്ങളിൽ, സ്തോത്രം, ഹല്ലേലൂയ, ആ കഷ്ടങ്ങളുടെ വേദനകളുടെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അതിൻ്റെ, സ്തോത്രം, ചൂട്, അതിൻ്റെ, സ്തോത്രം, ഹല്ലേലൂയ, ആ വേദനയുടെ ആ ഭാരം, സ്തോത്രം, സഹിക്കവയ്യാതെ എൻ്റെ കർത്താവിൻ്റെ ഉള്ളുവെന്തു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളി പോലെ നിലത്ത് വീഴുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ പൈതലേ, അവനെ, സ്തോത്രം, ഹല്ലേലൂയ, അവർ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവൻ്റെ തലമേൽ മുൾക്കിരീടം ചൂടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. വിഷമുള്ളുകൾ കൊണ്ട്, ആമേൻ, ചേർത്തുണ്ടാക്കിയ മുൾക്കിരീടം അവനെ ചൂടിച്ചു. അവൻ്റെ തലയ്ക്ക് ചുറ്റും നിന്നും ധാരധാരയായി രക്തമൊഴുകുവാൻ തുടങ്ങി. ആ മുൾക്കിരീടത്തിൽ തുളച്ചു വെച്ചിരുന്ന, സ്തോത്രം, ഹല്ലേലൂയ, മുള്ളുകൾ യേശുവിൻ്റെ കണ്ണുകളിൽ കൂടെ തുളച്ച് പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായി. എന്തിനാണെന്നറിയാമോ? നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ തല കൊണ്ട്, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കൂടെ നാം ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവ് മുൾക്കിരീടം ചൂടുവാൻ തക്കവണ്ണം ഇടയായി.
ആമേൻ. സ്തോത്രം. 3/4 ഇഞ്ച് കനവും 8 ഇഞ്ച് നീളമുള്ള സ്തോത്രം ആണികൾ, ഇരുമ്പാണികൾ എൻ്റെ യേശുവിൻ്റെ കൈകൾ വിരിച്ചു വെച്ച് അതിലേക്ക് താഴ്ത്തി അടിച്ചിറക്കി. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ കാലുകൾ പിരിച്ചു വെച്ച് ആണികൾ അവൻ്റെ കാലുകളിലേക്ക് ആഞ്ഞടിച്ചിറക്കി. സ്തോത്രം. ആമേൻ. നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾ, നമ്മുടെ നടപ്പിൻ്റെ ദോഷങ്ങളിൽ നിന്ന് അതിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ യേശുവിൻ്റെ കൈകാലുകൾ സ്തോത്രം ആണികളെ തറയ്ക്കപ്പെട്ടു. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലേ, പിന്നെയും യേശുവിനെ ദുഃഖിപ്പിക്കുന്നവരായി നാം മാറരുത്. സ്തോത്രം. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്താൽ അവൻ നമ്മെ ശുദ്ധീകരിച്ച് കഴിഞ്ഞതാണ്. ഇനിയും നാം പാപം ചെയ്ത് അവൻ്റെ മുറിവുകളെ വേദനപ്പെടുത്തുന്നവരായി തീരരുത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇനിയും നിന്നെ വേദനിപ്പിക്കുക, നിന്റെ മുറിവുകളെ വേദനിപ്പിക്കുക എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും ഇടയാകരുത്. സ്തോത്രം. എന്നെ നീ ശുദ്ധീകരിക്കണമേ, എന്നെ നീ ഒന്നുകൂടെ കഴുകുമാറാകണമേ. എന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഈ രാത്രികാലം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടു. ആമേൻ. 9 മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ദൈവത്തിൻ്റെ മന്ദിര, ആമേ, ദൈവത്തിൻ്റെ മന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചിന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഇത് കണ്ടു നിന്ന ശതാധിപൻ ഹല്ലേലൂയ ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദക്കമിടയായി. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ. സ്തോത്രം. മനുഷ്യൻ, ആമേൻ, ഹല്ലേലൂയ, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം ആമേൻ കർത്താവിൻ്റെ ശരീരം നിമിത്തം ഹല്ലേലൂയ കുറ്റക്കാരനായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ സ്തോത്രം 27 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 11-ന്റെ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധിച്ചിട്ട് വേണം ഈ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യും. തനിക്ക് ശിക്ഷാവിധി തിന്നുകയും ഇത് ഹേതുവായി നിങ്ങൾ പലരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോട് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നമ്മെ തന്നെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാം. കർത്താവിനോട് നമ്മുടെ കുറവുകളെ ഒന്നുകൂടെ സ്തോത്രം ഏറ്റുപറയാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ മേശമേൽ ക്രമീകരിച്ചിരിക്കുന്ന അപ്പവീഞ്ഞുകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശരീരം നമുക്ക് വേണ്ടി ആമേൻ നുറുക്കപ്പെടുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഈ മേശമേൽ ഈ അപ്പം ക്രമീകരിച്ചിരിക്കുന്നല്ലോ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നുറുക്കുമ്പോഴൊക്കെയും നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി കുരമരത്തിൽ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. സഹോദരിമാര് മുന്നോട്ട് വന്നാട്ട്.
ശരീരത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പരമനീതിയൻ ദുരിതത്താലെന്നെ അറിവാൻ വന്നൊരു നേരം പരമനീതിയൻ ദുരിതത്താലെന്നെ അറിവാൻ വന്നൊരു നേരം പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം ആലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിട വലിമവീതല്ലോ ആലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിട വലിമവീതല്ലോ മനസ്സോടെ ശാപഭാരത്തിൽ തൂങ്ങിയ മനോവേല ദേവ മനസ്സോടെ ശാപഭാരത്തിൽ തൂങ്ങിയ മനോവേല ദേവ നിനക്കീ വേദന വരുത്തി വെച്ചതം നീ ജന്മല്ലോ നിനക്കീ വേദന വരുത്തി വെച്ചതം നീ ജന്മല്ലോ നന്ദി കെട്ടയി നാരരെ നാരം അവനപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നൽകി നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുമേ എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു നാം നുറുക്കുന്ന ശരീരത്തിന്റെ കൂട്ടായ്മ മനസ്സോടെ ശാപഭാരത്തിൽ തൂങ്ങിയ മനോവേല ദേവ മനസ്സോടെ ശാപഭാരത്തിൽ തൂങ്ങിയ മനോവേല ദേവ നിനക്കീ വേദന വരുത്തി വെച്ചത് നീ
തന്നെ താഴെ കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്തു. ഇതെൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. കുടിക്കുമ്പോഴൊക്കെയും നിങ്ങളുടെ ആത്മാവിൻ്റെയും പ്രാണൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ ചൊരിയപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. നാം കുടിക്കുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? സ്തോത്രം. കുടിക്കുമ്പോഴൊക്കെ രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, ഓർത്തുകൊണ്ട് നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കു നീ, കാൽവരി മലമേൽ നോക്കു നീ. കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം. കള്ളമേരുന്നിന് കേട്ട നിന്നുള്ളിൽ നീ, കള്ളമേരുന്നിന് കേട്ട നിന്നുള്ളിൽ നീ. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു. തള്ളയാ യേശുവിൻ കയ്യിലേൽപ്പിക്കണേ, തള്ളയാ യേശുവിൻ കയ്യിലേൽപ്പിക്കണേ. രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ,
ഈ മേശമേൽ വീണ്ടും അപ്പം വീഞ്ഞുകൾ ശേഷിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവരെയും അനേകരെ ഇതിൽ പങ്കാളികളാക്കി തീർക്കുവാൻ വേണ്ടി കൂട്ടി വരുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാകിയാൽ അപ്പവും വീഞ്ഞും ഭക്ഷിച്ച് ബലം പ്രാപിച്ച് നാം ഓരോരുത്തരും നമ്മുടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട് സ്തോത്രം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശു ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. ഹല്ലേലൂയ. നാം ഇപ്പോഴായിരിക്കുന്ന സാഹചര്യങ്ങളിൽ സഹോദരിമാർ തമ്മിലും സഹോദരന്മാർ തമ്മിലും വിശുദ്ധ ചുംബനം കൊടുത്ത് അന്യോന്യം വന്ദിക്കാം. മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ. മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ.
പ്രാർത്ഥിക്കാം. കർത്താവ് അപ്പവി ഞങ്ങളെയൊക്കെയും അനുഗ്രഹിച്ച് തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഭക്ഷിച്ചു പാനം ചെയ്ത് ബലത്തോട് കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിപ്പാനും കർത്താവ് നമ്മെ ശക്തീകരിക്കുന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായി വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ അവിടുത്തെ കൃപയ്ക്കുള്ളിൽ മറിഞ്ഞിരിപ്പാൻ സ്വർഗമിടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ശുശ്രൂഷകളെല്ലാം നിറവടിയായി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ബലം തന്നതിനായി സ്തോത്രം. ദൈവസന്നിധി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പൈതലിനായിട്ട് അവൻ്റെ മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആമേൻ. അനുഗ്രഹിക്കുകയും അവൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുടുംബമായി അവർ മാറ്റപ്പെടുക സ്വർഗമിടയാക്കണമേ. ഈ രാത്രികാല ശുശ്രൂഷയിൽ പങ്കുകൊണ്ട എല്ലാവരെയും വ്യക്തികളായി കുടുംബങ്ങളായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. അവരുടെ സാമ്പത്തിക മേഖലകൾ, ആത്മീക മേഖലകൾ, ശാരീരിക മാനസിക മണ്ഡലങ്ങൾ എല്ലാം ഒരുപോലെ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവേ, നിൻ്റെ മക്കളെ, ഈ സഭയെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ് കർത്താവേ. പരിശുദ്ധാത്മാവില്ല സകല സമൃദ്ധിയും സന്തോഷവും സമാധാനം കൊണ്ട് ഞങ്ങളെ അവിടെ നിറയ്ക്കണം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേക കർത്താവേ, ശേഷം ക്രമീകരിച്ചിരിക്കുന്ന ആമേൻ സ്തോത്രം, ആഹാരപദാർത്ഥങ്ങൾക്കായിട്ട് സ്തോത്രം. അതിനുവേണ്ടി ചിലവിട്ട കരങ്ങളെയും കർത്താവെ അവിടുന്ന് ശക്തീകരിക്കണം, സമൃദ്ധിയായി മടക്കി കൊടുത്ത് മാനിക്കണം, അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ചെയ്യും ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നു മോചനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നവനേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവഞ്ഞാട് മഹത്വം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണം.